ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഞാനൊരു സ്കൂളുള്ള ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ നമുക്ക് 2-3 ദിവസമായിട്ട് നല്ല മഴയും അതുപോലെ വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക, എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്, ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുകയാണേ. ഞാൻ എൻ്റെ ഒട്ടുമിക്ക വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് തലേ ദിവസത്തെ തന്നെ ഒരു പ്ലാൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലും നമുക്ക് രാവിലെ കിച്ചണിൽ കയറിയിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കുക. അല്ലെങ്കിൽ നമ്മൾ കിച്ചണിലേക്ക് കയറിയിട്ട് ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ അതുണ്ടോ ഇതുണ്ടോ, അങ്ങനെയൊക്കെ നമ്മളൊരു കൺഫ്യൂസ്ഡ് ആവില്ലേ. അതിന് പകരമായിട്ട് നമ്മൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഈ സമയം കൊണ്ട് ഇതാ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ വേഗം തന്നെ ചായ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. മക്കൾക്ക് രണ്ടാൾക്കും മദ്രസ ഉണ്ട്, അവർ മദ്രസ് പോവും. അപ്പോൾ ചായ വേഗം തന്നെ ഉണ്ടാക്കി കൊടുക്കട്ടെ. അങ്ങനെ മക്കളെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മക്കൾ രണ്ടാളും മദ്രസിലേക്ക് പോയിട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാണ്. മുട്ട ഞാൻ കുക്കറിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. 2 വിസിലടിച്ചെടുത്താൽ മതി, എന്നാലും മുട്ട നല്ല പാക വേവായി കിട്ടും കേട്ടോ. പിന്നെ എനിക്കൊന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ, ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കും പോകണം, അതുപോലെ മക്കൾക്കും പോകാനുണ്ട്. അപ്പം ഒരു ഹറി ബറി ഡേ ആണ്. അപ്പോൾ നമ്മളിതുപോലെ തലേദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വേഗം തന്നെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ എഗ്ഗ് അവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതിനിടയിൽ ഞാനൊന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ കേട്ടോ. ചായക്ക് പ്രത്യേകിച്ച് കടിയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ചായ മാത്രമാണ് കേട്ടോ കുടിക്കുന്നത്. അങ്ങനെ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ വേഗം നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കുറച്ച് അതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വലിയ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അത് രണ്ടും നല്ലോണം ഒന്ന് വാടി വരട്ടെ. അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്താൽ വേഗം തന്നെ വാടി കിട്ടും. അങ്ങനെ ഇതാ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഉള്ളി ജസ്റ്റ് നല്ലോണം ഒന്ന് വാടി കഴിഞ്ഞതിൽ ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയുള്ളിയും എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടെ കേട്ടോ. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അങ്ങനെ ഇതെല്ലാം എന്താ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മസാലപ്പൊടികളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. ഞാനിതാ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാലോ, ഉപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിലെരിവോ എന്തെങ്കിലും കുറവുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പിന്നെ ഞാനിതാ ഇതൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയം കൊണ്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പം തന്നെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് കഴുകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ വേഗം ആ കുക്കർ അങ്ങ് കഴുകി വെച്ചു. അങ്ങനെ മുട്ട ഒന്ന് വേഗം തൊലി കളഞ്ഞെടുക്കട്ടെ.
അങ്ങനെ മുട്ടയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിത് 2 പീസാക്കിയിട്ടാണ് കേട്ടോ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കീറി കൊടുത്താൽ മതി കേട്ടോ. എന്നാലും ഈ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ മസാല അങ്ങ് ഇറങ്ങി വന്നോളും. അങ്ങനെ ഇതാ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇതാ പുഴുങ്ങിയിട്ടുള്ള മുട്ട കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളച്ച് വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ വെള്ളപ്പം ചുട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിതാ വെള്ളപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയുടെ ചൂട് നമ്മൾ നിർബന്ധമായിട്ടും നോക്കണം കേട്ടോ. കാരണം നമ്മൾ ഓവർ ചൂടായ ചട്ടിയിലേക്കാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ചുറ്റിയെടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചട്ടിയുടെ ചൂട് നമ്മൾ ശ്രദ്ധിക്കണേ. അങ്ങനെ ഇതാ നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ നല്ലോണം ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇങ്ങനെ ഹോൾസ് വെക്കും കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. അങ്ങനെ അതിൻ്റെ ഫ്ലെയിമൊക്കെ നമുക്ക് ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും ഒക്കെ ആയിട്ട് നമുക്കങ്ങനെ വെള്ളപ്പം ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. നമ്മൾ നേരത്തെ തന്നെ കറി റെഡിയാക്കി വെച്ചത് കൊണ്ട് തന്നെ മക്കളൊക്കെ വന്നാൽ വേഗം തന്നെ വെള്ളപ്പം ഇട്ട് കൊടുത്താൽ മതി. അവരങ്ങനെ കറിയും കൂട്ടി അങ്ങ് കഴിച്ചോളുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ നമ്മൾ കറി ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള വെള്ളപ്പം കൂടെ ചുട്ടെടുക്കുക. അങ്ങനെ വെള്ളപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ഒരു ചെറിയൊരു തക്കാളിയുടെ കഷ്ണവും, തക്കാളിയുടെ കഷ്ണമല്ല ഒരു മുഴുവൻ തക്കാളി, പിന്നെ അതുപോലെ ഒരു വലിയുള്ളിയുടെ ഒരു പകുതി കേട്ടോ, അതും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചക്കായ ഇല്ലേ, ചെറിയ പഴത്തിൻ്റെ ഇതുപോലെ പച്ചക്കായ ഉണ്ടായിരുന്നു. ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു 4 ആയിട്ട് കീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പരിപ്പും പച്ചക്കായും കറി നല്ല ടേസ്റ്റാണ് അല്ലേ. ഇത് തേങ്ങ അരച്ചാണ് കേട്ടോ നമ്മൾ വെക്കുക. അങ്ങനെ പച്ചക്കായ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിത് കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്തിട്ട് ഇതൊരു 3-4 വിസിലടുപ്പിച്ചെടുക്കും കേട്ടോ. അങ്ങനെ കറി അങ്ങ് റെഡിയാവും. പിന്നെ അതിലേക്ക് തേങ്ങ അരച്ചൊഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കടുകിട്ടിട്ട് തൂമിക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ അതൊക്കെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അലക്കാനുള്ളതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ക്ലാസ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യേ അല്ലെ വീട്ടമ്മമാരെന്തെങ്കിലും ജോലിയുള്ള വീട്ടമ്മമാരാണെങ്കിൽ ഇതേപോലെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പണികളൊക്കെ വേഗം തന്നെ തീർന്ന് കിട്ടുമേ. അങ്ങനെ ഞാനിതാ വാഷിംഗ് മെഷീനിലേക്ക് തീരുമാനമുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതങ്ങ് ഓൺ ചെയ്ത് കൊടുത്താൽ അതങ്ങ് അവിടെ നിന്ന് ആയിക്കിട്ടും. പിന്നെ ഞാൻ വേഗം അകൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ബെഡ്റൂമൊക്കെ ബെഡ്ഷീറ്റൊക്കെ ജസ്റ്റ് ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ നമ്മളെ ഈ ഒരു സിറ്റ് ഔട്ടിൽ ഇരിക്കണ ഒരു തിണ്ടുമ്മൽ ഇങ്ങനെ വെള്ളമാവും കേട്ടോ. നമ്മുടെ സൈഡ് വാർപ്പുമ്മലേക്ക് വെള്ളം തട്ടിയിട്ട് ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ തെറിച്ച് വരുവേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊന്ന് വൈപ്പ് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യൽ. നമ്മളെത്ര നല്ലൊരു മഴ പെയ്താൽ ഇവിടെ ഇങ്ങനെ ആവും. അപ്പോൾ നമുക്ക് അവിടെ ചെറുതായിട്ടൊന്ന് ഷീറ്റ് ഇടണം. അപ്പോൾ തൽക്കാലം ഞാനിതാ അവിടെയുള്ള വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്.
പിന്നെ ഞാൻ എന്താ ജസ്റ്റ് സിറ്റ് ഔട്ട് ഒന്ന് മോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എല്ലാ ദിവസവും ഈ മഴ പെയ്തത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും സിറ്റ് ഔട്ട് ഒന്ന് മോപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ അകമൊക്കെ ഞാൻ എല്ലാ ദിവസവും ഒന്നും മോപ്പ് ചെയ്യലില്ല കേട്ടോ. ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ഞാൻ മോപ്പ് ചെയ്യലുള്ളൂ. അപ്പോൾ സിറ്റ് ഔട്ട് ഡെയിലി ഇതുപോലെ ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ മഴ ആയതുകൊണ്ടാണ്. പിന്നെ ഞാൻ വേഗം സിറ്റ് ഔട്ടൊക്കെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേഗം അകമൊക്കെ ഒന്ന് അടിച്ചു വാരുകയാണ് കേട്ടോ. ഞാൻ ഡൈനിങ് ടേബിളിൽ ആദ്യമൊക്കെ ഞാൻ ഒറിജിനൽ ചെടിയായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ കഴിയുമ്പോൾ അതിന് വെയിലും വെള്ളമൊന്നും കിട്ടാതായപ്പോൾ അതങ്ങനെ ചീയൽ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാനത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കിയേ വേണ്ട, നല്ല ഭംഗി ഉണ്ടാവും. അത് വിചാരിച്ചിട്ട് ഇപ്പോൾ അങ്ങനത്തെ ചെടിയാണ് കേട്ടോ ഞാനിപ്പോൾ ആ ടേബിളിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ സീറ്റ് ഔട്ടിൽ ചെറിയൊരു പണിയുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റെയർ കേസിലുള്ള കമ്പി വെച്ചിട്ട് നമുക്ക് ചെടി സ്റ്റാൻഡ് ഉണ്ടാക്കാം കേട്ടോ. അതിന് മുന്നേ നമ്മൾ ചെടി സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു ചെടി സ്റ്റാൻഡ് ഉണ്ടാക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെരുപ്പ് വെക്കാനുള്ള സ്റ്റാൻഡും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പണിക്കാരനാണ് കേട്ടോ. ഇവരവിടുന്ന് സ്റ്റാൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്റ്റാൻഡാണ് ഞാൻ മുന്നുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ് വെക്കാനുള്ള. അങ്ങനെ ബാക്കി പ്ലാന്റൊക്കെ ഞാനിതാ ഇതേപോലെ പുറത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ അവരവിടുന്ന് വെൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ള ചട്ടിയാണ് കേട്ടോ. 25 രൂപയാണ് ഈ ഒരു ചട്ടിക്ക് വരുന്നത്. ഇതുപോലത്തെ 25 ചട്ടിയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡിൻ്റെ ആ ഒരു മുകളിലേക്ക് 12 എണ്ണം ആവശ്യമുണ്ട് കേട്ടോ. അങ്ങനെ 12 12 24 പിന്നെ ഒന്ന് എക്സ്ട്രാ വാങ്ങി 25 ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാൻഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു ചെടിച്ചട്ടിയൊക്കെ അവിടെ വെച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ഗ്യാപ്പൊക്കെ അങ്ങനെ മതിയോ എന്നുള്ളത്. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനൊക്കെ പെയിൻ്റ് അടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ തൽക്കാലം അങ്ങനെ കട്ടെ, നമുക്കിപ്പോൾ ടൈമില്ല. അപ്പം ഞാനൊരു പ്ലാന്റും ചട്ടി ഇതുപോലെ വെച്ചപ്പം നമുക്കൊരു കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ മക്കളൊക്കെ മദ്രസ ഇട്ട് വന്നിട്ടുണ്ട്. ഒരു മോന് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ വേഗം കുളിച്ച് മാറ്റി നമ്മൾ സ്കൂളിലേക്ക് പോയിട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് വിദ്യാഭൂഷണി ALP സ്കൂൾ ഓമശ്ശേരിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്കൂളിൽ 2ാമത്തെ വർഷമാണ് കേട്ടോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസ് റൂം. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ മക്കൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്. അസ്സലാമു അലൈക്കും.